അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ച രാജ്യത്തെ 103 റെയിൽവേ സ്റ്റേഷനുകളുടെ സമർപ്പണം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ കേരളവും അഭിമാനത്തിലാണ്. വടകര, ചിറയൻകീഴ്, മാഹിയും ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ നവീകരിച്ചത് അമൃത് ഭാരത് പദ്ധതിയിൽ പെടുത്തിയാണ്. ഈ 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും. 18 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1100 കോടി ചെലവിൽ വികസിപ്പിച്ചതാണ് ഈ 103 അമൃത് സ്റ്റേഷനുകളും. ഏതായാലും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ചിറയൻകീഴ് സ്റ്റേഷന്റെ വിവരങ്ങൾ നമുക്ക് ആരായാം. ശാലിനി ഉണ്ട് അവിടെ. ശാലിനി, എന്തായാലും വലിയ അഭിമാനം, വികസന കുതിപ്പ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനുകളിലും. അമൃത് ഭാരത് പദ്ധതിയിൽ പുതിയ നവീകരിച്ച അല്ലെങ്കിൽ പുതിയ രൂപത്തിൽ സ്റ്റേഷൻ എത്തുമ്പോൾ അവിടുത്തുകാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അനു സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിമാനത്തിലാണ്, സന്തോഷത്തിലാണ്, മാറ്റത്തിന്റെ നിറവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ LED വാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങൾക്കായി ആ സമയത്തിനായി കാത്തിരിക്കുകയാണ് ചിറയൻകീഴിലെ ജനത, ഒപ്പം തന്നെ റെയിൽവേ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ. കാരണം 103 റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1000 കോടിയിലധികം രൂപ ചിലവഴിച്ചുകൊണ്ട് അത്യാധുനിക സംവിധാനത്തിലൂടെ മാറുകയാണ്. അതിന്റെ ഒരു ഭാഗമായി കേരളത്തിലെ 2 റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ അത് അഭിമാനം, സന്തോഷം ഒക്കെയാണ്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനൊപ്പം വടകര സ്റ്റേഷനും ഔദ്യോഗികമായി ഇന്ന് ആധുനികവത്കരണം നടത്തി അതിന്റെ മോടി മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി നാടിൽ നിന്ന് സമർപ്പിക്കുകയാണ്. തിരുവനന്തപുരം ഡിവിഷനിൽ 2 റെയിൽവേ സ്റ്റേഷനുകളാണ്. ഒന്ന് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനും മറ്റൊന്ന് കുഴിത്തുറ റെയിൽവേ സ്റ്റേഷനുമാണ്. കുഴിത്തുറ തമിഴ്നാട്ടിലാണ് എങ്കിൽ പോലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സർവീസുകൾ പോകുന്ന റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളികൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സന്തോഷത്തിലാണ് ഈ 2 റെയിൽവേ സ്റ്റേഷനുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിന്റെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിന് കാണികളായി എത്തിയിട്ടുള്ള ആളുകളെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 11:30 ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തുമ്പോൾ അത് വീഡിയോ കോൺഫറൻസിലൂടെ ഇവിടെ ഈ ഓരോ ആളുകളും കാണും. കൂടാതെ തന്നെ ഇവിടുത്തെ പരിപാടിയിൽ ഔദ്യോഗിക ക്ഷണിതാവായി അല്ലെങ്കിൽ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ഭാഗമാകാൻ മുഖ്യ അതിഥിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട്. ഈ പദ്ധതി കേരളത്തിലേക്ക് എത്തിക്കാൻ ചിറയൻകീഴിന്റെ വികസനം, ചിറയൻകീഴിന് മാറ്റം കൊണ്ടുവരാനായി അഹോരാത്രം പ്രവർത്തിച്ച മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവരും ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പദ്ധതിയിൽ ഈ സ്റ്റേഷൻ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ച കേന്ദ്ര റെയിൽവേ അമിറ്റി ചെയർമാൻ, മുൻ ചെയർമാൻ കൂടിയായിരുന്ന PK കൃഷ്ണദാസ് അടക്കമുള്ളവരും ഈ ചടങ്ങിന്റെ ഭാഗമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വരുമാനമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചിറയൻകീഴ്. നാളുകളായി വലിയ രീതിയിലുള്ള ശോചനീയാവസ്ഥയിൽ കിടന്ന റെയിൽവേ സ്റ്റേഷൻ ഇന്ന് സമഗ്ര വികസനമാണ് സംഭവിക്കുന്നത്. പുതിയ ശുചിമുറികൾ, ഒപ്പം തന്നെ വിശ്രമമുറികൾ, സംവിധാനങ്ങൾ, കൂടുതൽ ടിക്കറ്റ് കൗണ്ടറുകൾ, കൂടാതെ തന്നെ LED വാളുകൾ, അവർക്ക് ഈ പ്ലാറ്റ്ഫോം നമ്പറും ഒക്കെ കാണാനായിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങൾ അടക്കം ക്രമീകരിച്ചുകൊണ്ടാണ് ഈ ഉദ്ഘാടനത്തിനായി ഇന്നിപ്പോൾ കാത്തിരിക്കുന്നത്. ഇനി നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പുള്ള ഔദ്യോഗികമായ ഒരു ഉദ്ഘാടന ചടങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി BJP നേതാക്കന്മാർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പുള്ളൂ. ചിറയൻകീഴ് സ്മാർട്ട് ആവുകയാണ്. ഒപ്പം റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് കീഴിൽ വരുന്നു. കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ. എങ്ങനെ കാണുന്നു ഈ നിമിഷം? വളരെയധികം സന്തോഷം. കാരണം ഒരുപാട് വളരേണ്ട സ്റ്റേഷനായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതും നമ്മുടെ ഇവിടെ മത്സരിച്ച മുരളിയേട്ടനും കൃഷ്ണദാസേട്ടനൊക്കെ കൂടെ ചേർന്ന് ചിറയൻകീഴ് വളരേണ്ട ആവശ്യകത, പ്രത്യേകിച്ച് താലൂക്ക് ആസ്ഥാന സ്റ്റേഷനാണ്, ആവശ്യകത നരേന്ദ്രമോദിയുടെ ശ്രദ്ധയപ്പെടുത്തുക, റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തി. അങ്ങനെ നമുക്കിപ്പം ചിറയൻകീഴിന് അർഹതപ്പെട്ട ഇത് വളരെയധികം പുരോഗതി ചിറയൻകീഴിന് സാധിക്കും. ഒരുപാട് ട്രെയിനുകൾ നിൽക്കേണ്ടതുണ്ട്. താലൂക്ക് ആസ്ഥാന ക്ഷേത്രമാണ്, താലൂക്ക് ആസ്ഥാന സെൻറ്ററാണ്. ശാർക്കര ക്ഷേത്രം തൊട്ടടുത്തുണ്ട്. ഒരുപാട് ആറ്റിങ്ങൽ, കിളിമാനൂർ ഒക്കെ ആശ്രയിക്കുന്ന ചിറയൻകീഴ് സ്റ്റേഷനാണ്. പക്ഷേ ഇവിടെ ട്രെയിനുകളുടെ സ്റ്റോപ്പ് കുറവാണ്, സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റ് കുറവായിരുന്നു. ഇപ്പം ഈ നമ്മളെന്താ പറയുന്നത്, നമുക്ക് ചിറയൻകീഴിന് ഒരു ആഘോഷമായിട്ട് മാറിയേക്കില്ല. നരേന്ദ്രമോദി ഈ അമൃത് ഭാരത് പദ്ധതി ചിറയൻകീഴിന് ഉൾപ്പെടുത്തിയത് ഞങ്ങൾക്ക് അതിയായ സന്തോഷം. ചിറയൻകീഴ് നാട്ടുകാർക്ക് ഒന്നടങ്കം സന്തോഷമുണ്ട്. വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ കുറച്ച് ആഗ്രഹങ്ങൾ കൂടി കാണുമല്ലോ, അതെന്താണ് ഇനി കേന്ദ്രത്തോട്? അല്ല, കൂടുതൽ നാട്ടുകാരുടെ പ്രധാന ആവശ്യം കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പം കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ച് നാട്ടുകാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിൻ്റെ അത്ര പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഈ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്.
തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ 35 റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു പദ്ധതിയുടെ കീഴിൽ വരുന്നത്. അപ്പോൾ ചിറയൻകീഴ് പരിഗണിക്കാൻ പോയി. ഇപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ഒരു സന്തോഷം? ഈ നിമിഷം അതിന് എങ്ങനെ? സന്തോഷം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്ത രീതിയിലാണ്. അടിപൊളി. കാരണം ഇത്രയും നല്ലൊരു ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ഈ ചിറയൻകീഴ് ഭാഗത്ത് വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ എല്ലാ സാംസ്കാരിക നേതാക്കന്മാരുടെ നാടാണ് ഈ ചിറയൻകീഴ് എന്ന് പറയുന്നത്. പ്രേം നസീർ, ഭരത് ഗോപി, മറ്റുള്ള മഹാന്മാരെല്ലാം അതിലുപരിയായി ഏറ്റവും നല്ലൊരു കാഴ്ചപ്പാടാണ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ഇതിൽ എടുത്തിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് അമൃത പദ്ധതിയിൽ ഇത് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നരേന്ദ്രമോദിക്ക് 1000 അഭിനന്ദനങ്ങൾ ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ്. ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവരൊക്കെ സന്തോഷത്തിലാണ്. കാരണം റെയിൽവേ സ്റ്റേഷൻ വികസിക്കുന്നു എന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മാത്രം വികസനമല്ല, ഒരു നാടൊന്നാകെ വികസിക്കുകയാണ്, ഒരു നാടൊന്നാകെ മാറുകയാണ്, വികസിത കേരളത്തിന്റെ ഭാഗമാവുകയാണ്. അങ്ങനെ അനന്തപുരിയും ഒപ്പം തന്നെ ചിറയൻകീഴും ഒക്കെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്, നിരവധി സർക്കാർ ഓഫീസുകളുണ്ട്. അവിടേക്കൊക്കെ ദീർഘദൂര ട്രെയിനുകളിൽ എത്തുന്ന യാത്രക്കാരുണ്ട്. അവർക്കൊക്കെ ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ വികസനം വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അവരുടെ പ്രതീക്ഷകളാണ് വർദ്ധിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ അവർ ആവശ്യം എന്നുള്ളത് കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പേജ് അനുവദിക്കുക, കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഇവിടെ നിർത്താനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. അതൊക്കെ അവർ കേന്ദ്രത്തെ അറിയിക്കുന്നുണ്ട്. ആ ഒരു സംവിധാനത്തിലും ആ ഒരു പ്രഖ്യാപനത്തിലുമൊക്കെയായി കാത്തിരിക്കുകയാണ് എന്തായാലും ചിറയൻകീഴ് ജനത. എന്തായാലും 35 റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിന്റെ വികസനത്തിന്റെ കുതിപ്പ് മുന്നോട്ട് നയിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനായി ചിറയൻകീഴ് മാറുകയാണ്. എന്തായാലും തൊട്ടടുത്തായി കുഴിത്തുറ റെയിൽവേ സ്റ്റേഷന്റെയും ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് രണ്ടും കൂടി ഒരുമിച്ച് ഇവിടെയാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരുണ്ട്. അങ്ങനെ വലിയൊരു ആഘോഷമാക്കി ഈ ഒരു സമയത്തെ അവർ കാണുകയാണ്, ആഘോഷമാക്കി മാറ്റുകയാണ്. കാരണം അവരൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വികസന കുതിപ്പാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കൊരു പക്ഷേ ദൃശ്യങ്ങൾ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ചിത്രങ്ങളിലേക്കും അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളിലേക്കും ഒക്കെ പോയാൽ അറിയാം. ഒരുപക്ഷെ പണ്ടൊക്കെ പെയിന്റ് ഒന്നും അടിക്കാതെ മേൽക്കൂരയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇന്ന് 12 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഇത്ര അത്യാധുനിക സംവിധാനത്തിൽ ഒരുപക്ഷെ ഉള്ളിലേക്കൊക്കെ കയറി നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഒരു മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു വിമാനത്താവളത്തിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്, അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ളത്. ആളുകൾ ഇവിടെ വന്നുകൂടിയിട്ടുള്ള കാഴ്ചക്കാർ, ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമാകാൻ എത്തിയ ആളുകൾ, ഇവിടെ യാത്രയ്ക്കായി എത്തിച്ച ആളുകൾ, ഇവരൊക്കെ ഭയങ്കര അധികം സന്തോഷത്തിലാണ്. കാരണം കൃത്യമായി ഇരിപ്പിടം ഇല്ലാതെ, ശുചിമുറി ഇല്ലാതെ, അല്ലെങ്കിൽ യാത്രക്കാർക്കൊന്ന് വിശ്രമിക്കാൻ ഒരു വിശ്രമ മുറി ഇല്ലാതെ ദുരിതം അനുഭവിച്ച ആളുകളുടെ മുന്നിലേക്കാണ് ഇത്തരത്തിൽ ശീതീകരിച്ച വിശ്രമ മുറികളുള്ള, സ്ത്രീകൾക്ക് പ്രത്യേക കാത്തിരിപ്പ് കേന്ദ്രങ്ങളുള്ള, ഒപ്പം തന്നെ വികലാംഗരായിട്ടുള്ള ആളുകളും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ എത്തുമ്പോൾ അവർക്ക് യാത്ര ചെയ്യാനും അവരെ കൊണ്ടുപോകാനും ഒക്കെയായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അത് വരുമ്പോൾ അവർ അധികം സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ കൂടുതൽ സർവീസുകൾ കൂടി ഇങ്ങോട്ട് എത്തുമെന്നുള്ള പ്രതീക്ഷയിലും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലും ഒക്കെയാണ്. എന്തായാലും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ നടത്തിയ കൃത്യമായ ഇടപെടൽ, അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആദ്യം ഏറ്റെടുത്ത ഒരു ബൃഹത് പദ്ധതി അല്ലെങ്കിൽ ഏറ്റെടുത്ത ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ചിറയൻകീഴ് ജനതയ്ക്ക് നൽകിയൊരു ഉറപ്പ് കൂടിയാണ് ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹം നിരന്തരം ഇവിടെ എത്തി കേന്ദ്രമന്ത്രി ആയിരിക്കെ ഇവിടെ എത്തുകയും ഒപ്പം തന്നെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അടക്കമുള്ളവരെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങൾ കാണിക്കുകയും എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വേണ്ടതെന്ന് കൃത്യമായി കേന്ദ്രത്തെ അറിയിപ്പിക്കുകയും റെയിൽവേ അറിയിക്കുകയും റെയിൽവേ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പ്രധാനമന്ത്രി അമൃത് ഭാരത് പദ്ധതി ഉൾപ്പെടുത്തി 12 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് അത്യാധുനിക സംവിധാനത്തോടു കൂടി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ സമർപ്പിക്കുകയാണ്. എന്തായാലും ആ ഒരു സന്തോഷ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഈ ഓരോ ചിറയൻകീഴ് നിവാസികളും ഒപ്പം തന്നെ തലസ്ഥാന വാസികളും. മാഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ, പ്രധാന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് മാഹി. മിഥുൻ പിള്ള അവിടെ നിന്ന് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകും. മിഥുൻ, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെ ചിറയൻകീഴ് അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനിലെ വിശേഷങ്ങളാണ് ശാലിനി നമ്മളോടൊപ്പം പങ്കുവച്ചത്. മാഹിയിൽ എങ്ങനെയാണ്? വീണ, അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാഹിയിൽ വലിയ വികസന പ്രവർത്തികൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം, മാഹി റെയിൽവേ സ്റ്റേഷന്റെ മുഖം തന്നെ മാറിപ്പോയിരിക്കുന്നു. ഏതാണ്ട് 10:30യോടുകൂടി ഇവിടുത്തെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുള്ള വേദിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവിടെ തയ്യാറായി കഴിഞ്ഞു. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസനാഥൻ IAS ആണ് ഈ ഒരു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. ഇവിടെ വലിയ
സജ്ജീകരണങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി 103 അമൃത ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ നാടിനായി സമർപ്പിക്കുകയാണ്. അത് ഈ നിർമ്മാണ പ്രവർത്തികളൊന്നും വെറുതെ അല്ല, കാരണം കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് എന്താണോ ജനങ്ങൾക്ക് ആവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ വികസന പ്രവർത്തികളൊക്കെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ നടന്നിരിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടതാണ്. കാരണം 103 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ നവീകരിക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണമൊക്കെ തന്നെ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. മലബാറിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഒന്നാണ് ഈ മാഹി റെയിൽവേ സ്റ്റേഷൻ. മാത്രമല്ല ഈ തലശ്ശേരി അതുപോലെ തന്നെ പയ്യന്നൂർ അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളും സമാനമായ മാതൃകയിൽ നവീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു നമ്മൾ മുന്നേ കണ്ടിരുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി എല്ലാത്തിനും ഒരു നിലവാരം വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. കാരണം 10 വർഷം മുന്നേ നമ്മൾ കണ്ട റെയിൽവേ സ്റ്റേഷനുകൾ അല്ല ഇപ്പോൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എല്ലാത്തിനും ഒരു കൃത്യമായ അടുക്കും ചിട്ടയും വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വൃത്തി വന്നിരിക്കുന്നു. എല്ലാം ഈ ഒരു കേന്ദ്ര ഭരണത്തിൻ്റെ ഒരു മിടുക്ക് തന്നെയാണെന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം മലബാറിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് മാഹി. ദിവസേന നിരവധി യാത്രക്കാർ എത്തുന്ന ഒരു ഇടം. അവിടമാണ് കൃത്യമായ ആസൂത്രണത്തോടുകൂടി വളരെ മികച്ച സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇനിയുള്ള റെയിൽവേ സ്റ്റേഷൻ ഒന്നും അത് വെറും ഒരു ആളുകളെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സ്ഥലമല്ല. കൃത്യമായി ആളുകൾക്ക് എത്തി വിശ്രമിച്ച് അവർക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായി ഇവിടെ സജ്ജമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു മാഹിയുടെ വികസനം നടപ്പാക്കിയിരിക്കുന്നത്. ഇനിയും ഈ മലബാറിലെ മറ്റ് പല റെയിൽവേ സ്റ്റേഷനുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് തലശ്ശേരിയും അതുപോലെ തന്നെ പയ്യന്നൂരുമാണ്. 2 റെയിൽവേ സ്റ്റേഷനുകളും നിരവധി യാത്രക്കാർ ദിവസേന വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ അത്തരത്തിൽ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ നമുക്ക് ദിവസം കാണാൻ സാധിക്കും. നാടിനെ സംബന്ധിച്ച് വലിയൊരു ആഘോഷ നിമിഷം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ മികച്ച നിലവാരത്തിൽ തന്നെയാണ് ഇവിടെ ഓരോ നിർമ്മാണ പ്രവൃത്തിയും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 11:30 ഈ റെയിൽവേ സ്റ്റേഷൻ നാടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിക്കും. അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഫലം കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 103 റെയിൽവേ സ്റ്റേഷനാണ് ഒരൊറ്റ ദിവസം തന്നെ നാടിന് സമർപ്പിക്കുന്നത്. അത് കൃത്യമായ ആസൂത്രണം ഇല്ലാതെ ഒരിക്കലും നടപ്പിലാകില്ല എന്ന് ഏവർക്കും അറിയാം. ഇതേപോലെ തന്നെ മലബാറിലെയും സംസ്ഥാനത്തെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ തന്നെ വികസനത്തിന്റെ പാതയിലാണ്. നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വരും മാസങ്ങളിൽ തന്നെ അവയുടെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ട് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാനുള്ളൊരു സാധ്യതയും ഏറെയാണ്. ഏതായാലും 11:30 ഇവിടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ഈ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും ഈ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. വീണ, തീർച്ചയായിട്ടും മാഹി റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ച രീതിയിലേക്ക് നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ആവേശവും ചെറുതല്ല.